പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാക്കി വരുന്ന പീസുകളൊക്കെ ഇതുപോലെ എടുത്തു വെക്കാറുണ്ട്. എന്നിട്ട് അതിൽ നിന്നും നല്ല പീസുകൾ നോക്കി തിരഞ്ഞെടുത്ത് ഹെയർ ബാൻഡും പെൻസിൽ പൗച്ചും കൊച്ചു കുട്ടികളുടെ ഡ്രസ്സുകളും ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. അതുപോലൊരു വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഇന്ന് ഞാൻ 3-4 വയസ്സ് പ്രായമുള്ള കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയ ചെറിയൊരു പാൻറ്റാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതുപോലുള്ള പാൻറ്റുകളൊക്കെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. പക്ഷേ അത് നമ്മൾ ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടാണ് കുട്ടികൾക്കൊക്കെ ഇട്ട് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇതുപോലുള്ള കോട്ടൺ മെറ്റീരിയലൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്ത് 2 സ്റ്റിച്ചുകളിട്ട് തയ്ച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാനും പറ്റും. അത് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങാനും ആൾക്കാരുണ്ടാവും. ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതിപ്പോൾ 4 പീസുകളായിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. 4 വയസ്സൊക്കെ പ്രായമുള്ള കുട്ടികൾക്ക് ഏകദേശം വേസ്റ്റ് റൗണ്ട് ഒരു 23-24 ഇഞ്ചൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ കറക്റ്റ് അളവിലല്ല നമ്മൾ പാൻറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പല പ്രായത്തിലുള്ള കുട്ടികൾക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റും. 24 ഇഞ്ചിൻ്റെ കൂടെ 6 ഇഞ്ചും കൂടി കൂട്ടി ഞാൻ 30 ഇഞ്ചിലാണ് ഈ പാൻറ്റിൻ്റെ വേസ്റ്റ് റൗണ്ട് എടുക്കുന്നത്. എനിക്ക് സൈഡും കൂടി ജോയിൻ്റ് ചെയ്തെടുക്കാനുള്ളതുകൊണ്ട് ഞാനിവിടെ ആദ്യം 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 30 ഇഞ്ചിൻ്റെ 4/1 7.5 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് എടുക്കുന്നുണ്ട്. ഞാനിവിടെ 3/4 ഇഞ്ച് വീതിയിലുള്ള ഇലാസ്റ്റിക്കാണ് ഇടുന്നത്. ആദ്യം നമ്മൾ 1/2 ഇഞ്ച് വീതി ഇതുപോലെ മടക്കി വെച്ചിട്ടാണ് പിന്നെ 1 ഇഞ്ച് വീതിയിൽ ഒന്നും കൂടി മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ 1.5 ഇഞ്ച് വീതിയാണ് ഇലാസ്റ്റിക് ഇടാൻ വേണ്ടി എടുക്കുന്നത്. ഈ പാൻറ്റിൻ്റെ ഇറക്കം ഞാൻ എടുക്കുന്നത് 18 ഇഞ്ചാണ്. പിന്നെ 1 ഇഞ്ച് ഇവിടെ മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടി എടുക്കണം. ഇവിടെ ഞാൻ വണ്ണം എടുക്കുന്നത് 5 ഇഞ്ചാണ്. 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ എടുത്ത 8 ഇഞ്ചാണ് ഞാൻ ഈ ക്രോച്ച് ലെങ്ത്തിൻ്റെ ഭാഗത്തും എടുക്കുന്നത്. അതിനുശേഷം ഒരു 1.5 ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുത്ത് ഷേപ്പ് വരച്ചെടുക്കാം. ഇവിടെയും ഇതുപോലെ വരച്ചെടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. വളരെ ഈസിയാണ് ഈ പാൻറ്റിൻ്റെ കട്ടിങ്. ഇനി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിപ്പോൾ 4 പീസായിട്ടാണല്ലോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഭാഗം ജോയിൻ്റ് ചെയ്ത് 2 പീസാക്കി എടുക്കാം. ഇതുപോലെ 2 പീസിൻ്റെയും സൈഡ് ഭാഗം ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പാൻറ്റിൻ്റെ താഴെ മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ഇഞ്ച് തയ്യൽ തുമ്പാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1/2 ഇഞ്ച് വീതം 2 പ്രാവശ്യം മടക്കി വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി 2 പീസിൻ്റെയും നല്ല ഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ട് ക്രോച്ച് ലെങ്ത്തിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ പാൻറ്റിൻ്റെ സെൻറ്റർ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഇലാസ്റ്റിക് ഇടാനുള്ള ഭാഗം ആദ്യം 1/2 ഇഞ്ച് വീതിയിൽ മടക്കി വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഞാനിവിടെ 3/4 ഇഞ്ച് വീതിയിലുള്ള ഇലാസ്റ്റിക്കാണ് ഇടുന്നത്. 20 ഇഞ്ച് നീളത്തിലാണ് ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ 1 ഇഞ്ച് വീതിയിൽ ഒന്നും കൂടി മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 1 ഇഞ്ചോളം വിട്ടതിന് ശേഷം ബാക്കിയുള്ള ഭാഗമാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇങ്ങനെ ഇലാസ്റ്റിക് ഇട്ടെടുത്തതിന് ശേഷം രണ്ടും കൂടി ചേർത്ത് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമ്മൾ സ്റ്റിച്ച് ഇടാതെ വിട്ടിരുന്ന ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ഇലാസ്റ്റിക് വലിച്ചു പിടിച്ചിട്ട് ഇലാസ്റ്റിക്കിന് മുകളിൽ കൂടി ഇതുപോലെ ഒരു സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കളയുന്ന ചെറിയ കട്ട് പീസുകളൊക്കെ ഇതുപോലെ ജോയിൻ്റ് ചെയ്തെടുത്ത് പല ഐറ്റംസും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യാവുന്നതാണ്. പുറമേ നിന്നും കട്ട് പീസുകളൊക്കെ ശേഖരിച്ച് ഇതുപോലുള്ള ഡ്രസ്സുകളൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നവരും ഉണ്ട്. ഞാൻ ചെയ്യുന്ന ഓരോ വർക്കുകളുമാണ് വീഡിയോയായി നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി ഇൻഷാല്ലാ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.